കണ്ണൂരിലെ ഒരു ജില്ലാ നേതാവ് MLA രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരി എന്ന അതിഗുരുതരമായ ആരോപണവും പരാതിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറെ വൈകാരികമാണ് രക്തസാക്ഷിത്വം. 2016 ജൂലൈ 11 CPM ബ്രാഞ്ച് സെക്രട്ടറി CV ധനരാജ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ധനരാജിനെ ഓർക്കാതെ ഇന്നും കണ്ണൂരിൽ ഒരു CPM പരിപാടി നടക്കാറില്ല. ധനരാജിനെ കുറിച്ചുള്ള പാട്ടുകൾ കേട്ടാണ് ബാലസംഘം പിള്ളേർ പോലും ഈ പാർട്ടിയിലേക്ക് എത്തുന്നത്. ആ ധനരാജിന്റെ കുടുംബത്തിന് ജീവിക്കാൻ പാർട്ടി പിരിവെടുത്ത പണത്തിലാണ് ഈ കൈയിട്ടുവാരൽ നടന്നതായി പരാതിയുള്ളത്. ഇത് കുഞ്ഞികൃഷ്ണൻ ആദ്യം പാർട്ടിയിൽ ഉയർത്തുമ്പോൾ മാധ്യമങ്ങളോട് മുഖം കൊടുക്കാൻ പോലും തയ്യാറാകാതിരുന്ന അടിയുറച്ച കലർപ്പില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അന്ന് കുഞ്ഞികൃഷ്ണൻ. ആ മനുഷ്യൻ വർഷങ്ങൾക്കിപ്പുറം ആ പോരാട്ടത്തിൽ തോറ്റ് ഇന്ന് പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട് മാധ്യമങ്ങളിലൂടെ എല്ലാം തുറന്നു പറയുന്നുണ്ടെങ്കിൽ നേതൃത്വം ഈ തട്ടിപ്പുകാർക്കൊപ്പം നിന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതെ, രക്തസാക്ഷി കുടുംബങ്ങളോട് പോലും അന്യായം ചെയ്തതിലുള്ള പൊള്ളുന്ന നീറ്റല്ലാണ് ഈ തുറന്ന് പറച്ചിൽ. അപ്പോൾ കുഞ്ഞികൃഷ്ണന്മാരെയാണോ അതോ കക്കുക മുക്കുക നക്കുക എന്നത് ജീവിത മുദ്രാവാക്യമായി എടുത്ത രസീത് കള്ളന്മാർക്കൊപ്പമാണോ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുകാർക്കൊപ്പമാണോ പാർട്ടി എന്നത് കണ്ണൂരിലെ നേതാക്കൾ തീരുമാനിക്കട്ടെ. തലച്ചോറുള്ളവർ ചിന്തിക്കട്ടെ.